നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നേവൽ ബേസ് ഏറ്റവും വലിയൊരു ഭീഷണി നേരിട്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സത്യമാണോ ഈ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് ആദ്യം നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കർണാടകയിലെ നേവൽ ബേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാർവാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നേവൽ ബേസ് ആണ്. ഈ കാർവാർ ബുധനാഴ്ച കാർവാർ ബീച്ചിൽ GPS ടാഗ് ചെയ്ത ഒരു ദേശാടന കടൽ കാക്കയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു പക്ഷി, ആ പക്ഷി ദേശാടന കടൽ കാക്കയാണ്. ഈ കാക്കയുടെ ദേഹത്ത് ഒരു GPS കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് നാട്ടുകാർക്കിടയിൽ കൗതുകവും സംശയവും ഒരുപോലെ ആദ്യം പടർത്തി എന്നുള്ളത് ഒരു കാര്യം. പക്ഷികളുടെ ദേശാടന രീതി നിരീക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയ പഠനത്തിൻ്റെ ഉപകരണമാണോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വനം ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ അഭ്യൂഹങ്ങൾ പരന്നത് എന്താണ്? ചൈന ഇന്ത്യയുടെ നാവിക സ്ഥാനങ്ങളെക്കുറിച്ചും നേവൽ ബേസുകളെക്കുറിച്ചും പഠിക്കാൻ ദേശാടന കാക്കകളെ സ്പൈ നെറ്റ്വർക്കായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദേഹത്ത് GPS ഘടിപ്പിച്ചുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് പറത്തിവിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനു മുമ്പേ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ അടക്കമുള്ളവർ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യം മുടിഞ്ഞു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് ഇവന്മാരെന്ന് പറയുന്നത്. എന്നാൽ ഇവന്മാരോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് നിലവിളി തുടങ്ങുമെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചിരുന്ന ആ പക്ഷി വളരെയധികം ക്ഷീണിതനായിരുന്നു. അസാധാരണമായ ഒരു പിടിവലി ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ജാഗ്രത പാലിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. ക്ഷീണിതനായി കാണപ്പെടുകയും ചെറിയ പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത പക്ഷിയെ പരിശോധനയ്ക്കായി വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ദേശാടന രീതികൾ പഠിക്കാൻ ശാസ്ത്രീയ ഗവേഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു GPS ട്രാക്കർ മാത്രമാണിത് എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദീർഘകാല കുടിയേറ്റ പഠനത്തിൻ്റെ ഭാഗമായി പക്ഷിയെ ടാഗ് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച വന്യജീവി പ്രകൃതി സംരക്ഷണ സൊസൈറ്റി ഓഫ് ശ്രീലങ്ക WNPS അതുമായി ബന്ധപ്പെട്ടതായി ഉള്ള പഠനമാണ് ഇത് എന്ന് വനം വകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ട്രാക്കർ ചൈനയിലാണ് നിർമ്മിച്ചതെങ്കിലും അത്തരം ഉപകരണങ്ങളുടെ ഒരു പൊതു ഉറവിടം അധികാരികൾ ഏതെങ്കിലും നിരീക്ഷണ അല്ലെങ്കിൽ ചാരവൃത്തി ഉണ്ടോ എന്നുള്ള ഒരു വശം പരിശോധിച്ച് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.